കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ നമ്മൾ നാരങ്ങ മേടിച്ചുകൊണ്ടെന്നുണ്ടായിരുന്നില്ലേ, അത് കുറച്ചും കൂടി പച്ചയായിരുന്നു. ഇപ്പോൾ 1-2 ദിവസം ഇരുന്ന് ഒന്നും കൂടി കളറൊക്കെ മാറി ശരിക്കും മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. നല്ല മഞ്ഞയായിട്ടില്ല, എന്നാലും ആ ഒരു പച്ച കളറിൽ നിന്ന് ഒന്നുങ്ങ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അച്ചാറിടാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത്. എന്താണെങ്കിലും വറുത്തരച്ച് കറി വയ്ക്കുന്നില്ല, ഓണമൊക്കെ വരികയല്ലേ, അച്ചാറിട്ടേക്കാം. ചെറിയൊരു പച്ച കളർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ തൊണ്ടിനാണെന്നുണ്ടെങ്കിലും ഒരു കയ്പ്പുണ്ടാവും അച്ചാറിടുമ്പോൾ. അപ്പോൾ ഒട്ടും കയ്പ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നല്ല ചൂടായ വെള്ളത്തിൽ ഒരു 4-5 മിനിറ്റ് ഒന്നുങ്ങ് മുക്കി വെക്കണം കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിലും ആ തോടൊക്കെ പതുക്കെ ഒന്നുങ്ങ് വാടി വന്നോളും, വലിയ കയ്പ്പ് ഉണ്ടാവില്ല. അതിനുശേഷം ചൂടൊക്കെ നാറിക്കഴിഞ്ഞപ്പോൾ അച്ചാറിടാൻ പാകത്തിന് ചെറിയ ചെറിയ പീസായിട്ട് ഞാനൊന്നിങ്ങ് കട്ട് ചെയ്തും കൂടി എടുക്കുന്നതാണ്. ആ കുരുവൊക്കെ ഒന്നിങ്ങ് കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കിയപ്പോൾ അത്രയ്ക്ക് കയ്പ്പൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ വടുകപ്പുളിക്ക് ഉണ്ടാകുന്ന അത്രയാണ് കയ്പ്പുണ്ടായിരുന്നില്ല കേട്ടോ. ചൂടുവെള്ളത്തിലിട്ടുകൊണ്ട് ഒന്നിങ്ങ് വാടിയും കൂടി വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് നേരം അതവിടെ ഇരിക്കട്ടെ. നല്ല മഞ്ഞ കളറുള്ള നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചൂടുവെള്ളത്തിലൊന്നും ഇട്ട് വാട്ടിയെടുക്കണ്ട കേട്ടോ. അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് സാധാരണ അച്ചാറിടുന്ന പോലെ അങ്ങ് ഇട്ടാൽ മതി. ഇത് കയ്പ്പില്ലാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്. എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും പച്ചമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും കാശ്മീരി റെഡ് ചില്ലിയും കൂടെ തന്നെ നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ചതാട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കുക. പൊടികൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് കായപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്നുങ്ങ് മിക്സാക്കി ശരിക്കും ഒന്നുങ്ങ് തണുത്ത് വന്നതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കരുനാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. അതായത് നമ്മൾ ഉപ്പൊക്കെ പറ്റി വെച്ചിരിക്കുന്ന കരുനാരങ്ങയും കൂടി നല്ലോണം ഒന്നുങ്ങ് തണുത്ത് വരട്ടെ. നാരങ്ങയിൽ ഉപ്പൊക്കെ പറ്റി വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. പൊടികളാണെങ്കിലും നല്ലോണം തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. നാരങ്ങയും കൂടി ചേർത്ത് ശരിക്കും ഒന്നുങ്ങ് മിക്സാക്കി നല്ലോണം തന്നെ ഒന്നുങ്ങ് സെറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. ഇന്നിപ്പോൾ എടുക്കുന്നതിനേക്കാളും നല്ലത് നാളെയൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പോഴായിരിക്കും കുറച്ചും കൂടി ഉപ്പുനീരൊക്കെ ഇറങ്ങി നല്ലോണം എല്ലാം കൂടി യോജിച്ച് ശരിക്കും അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. എന്താണെങ്കിലും ഓണം വരെ ഒന്നും ഇരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. നോക്കാം നമുക്ക്.